നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആകാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആകാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളെ ആസ്പദമാക്കി ബെർലഹ്രോയും ഹാഗാറും എന്നുള്ളൊരു വിഷയത്തെ ഓർപ്പിക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ്: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. തന്നോട് അരുളിച്ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബെർലഹ്രോയി എന്ന് പേരായി. ബെർശേബയ്ക്ക് തെക്ക് പടിഞ്ഞാറ് ആയിട്ട് 12 മൈൽ പടിഞ്ഞാറ് കാദേശ് ബർണയ്ക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഈ ബെർലഹ്രോയി എന്ന് പറയുന്നത്. ദ വെൽ ഓഫ് ദ വിഷൻ ഓഫ് ലൈഫ് എന്നതിനെ പറയപ്പെടുന്നുണ്ട്. ഇസഹാക്ക് ഇവിടെ എത്തുന്നതായും കാണുന്നുണ്ട്. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. ഹാഗാർ എങ്ങനെ ഈ സ്ഥലത്ത് എത്തപ്പെട്ടു? അബ്രഹാമിൻ്റെ ഭാര്യ സാറായിക്ക് ഫറവോൻ സമ്മാനിച്ച സ്ത്രീയാണ് ഹാഗാർ. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നില്ല. സാറായുടെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി തനിക്ക് മക്കൾ ഇല്ലാത്തതിനാൽ ഹാഗാറിലൂടെ ഒരു സന്തതി ഉണ്ടാകുവാൻ സാറ അബ്രഹാമിൻ്റെ അടുക്കൽ ഹാഗാറിനെ അയക്കുകയും അബ്രഹാമിലൂടെ അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ കുടുംബ പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ ഹാഗാർ ഭവനം ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് പോയി. എവിടേക്കെന്നറിയാതെ അവൾ വിഴുന്നു നടന്നപ്പോൾ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന് അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവ വെച്ച് ഹാഗാറിനെ കണ്ടിട്ട് ദൂതൻ സാറയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായെ വിട്ട് ഓടിപ്പോവുകയാണ് എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾ കീഴടങ്ങിയിരിക്കുക. ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിത്തീരും. നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിൻ്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. അനന്തരം അവൾ പറഞ്ഞ വാക്കുകളാണ് ആദ്യം വായിച്ചത്. അങ്ങനെ ഹാഗാർ ഇട്ട പേരാണ് ബെർലഹ്രോയി എന്ന്. പിന്നീട് ഹാഗാറും ഇശ്മായേലും അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അവർ പോയി പാർത്ത ദേശം ആണിത് എന്ന് തിരുവനന്തപുരത്തിൽ കൂടെ കാണുവാൻ കൊണ്ട് സാധിക്കും. ദൈവം പ്രാർത്ഥന കേട്ട് പോയ സ്ഥലത്ത് ഇസഹാക്ക് ബെർലഹ്രോയിയിൽ പോയി ധ്യാനിക്കുവാനായി അവിടെ വെച്ച് പോയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബെർലഹ്രോയി ധ്യാനിപ്പാൻ പോയതിൻ്റെ കാരണം അവിടെ വെച്ചാണ് ഇസഹാക്ക് റബേക്കയെ കണ്ടെത്തുന്നതും ഭാര്യയായി സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ നടന്ന ഒരു സംഭവം ഉണ്ട്. ഹാഗാറിനോട് എതിർത്ത് നിന്നത് സാറായാണ്. ഇപ്പോൾ അബ്രഹാം ഏകനായി പാർക്കുന്നു.
ഇസ്ഹാക്ക് ഹാഗാറിനെയും തൻ്റെ സഹോദരനായ ഇസ്മായിലിനെയും കണ്ടെത്തുകയും അവരെ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുവരികയും ഉൽപ്പത്തി പുസ്തകം 25 അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതൂറ എന്ന് പേർ എന്ന് പറയുന്നതായിട്ട് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഹാഗാറിൻ്റെ മറ്റൊരു പേരാണ് എന്നാണ് യഹൂദന്മാരുടെ തൽമൂദുകളിൽ പറയപ്പെടുന്നത്. അവർ ഭവനത്തിൽ തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വാക്യം 25:9 പറയുന്നു. അബ്രഹാം മരിച്ചപ്പോൾ അവൻ്റെ പുത്രന്മാരായ ഇസ്ഹാക്കും ഇസ്മായിലും കൂടി അബ്രഹാമിനെ അടക്കം ചെയ്തുവെന്ന്. അനന്തരം അവർ എല്ലാവരും കൂടി ഇസ്ഹാക്കും റിബേക്കയും ഒത്ത് ഒരുമിച്ച് ഹാഗാറും മറ്റു മക്കളുമായിട്ട് ബെർലഹൂരിൽ പോയി പാർത്തതായിട്ട് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയരെ, ദൈവത്തോട് സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരുടെ അപേക്ഷയും പ്രാർത്ഥനയും ഒന്നും ദൈവം തള്ളിക്കളയില്ല. ഹാഗാർ അവൾ നിരപരാധിയാണ്. അവളുടെ യജമാനത്തിയുടെ വാക്ക് അനുസരിച്ചെന്ന് മാത്രം. അബ്രഹാമിൻ്റെ രക്തത്തിൽ ഉരുവായ സന്തതി നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. ഹാഗാറിൻ്റെ സങ്കട സമയത്ത് മരുഭൂമിയിൽ ദൈവം ഒരു ദൂതനെ അയച്ച് ആശ്വസിപ്പിച്ച് വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നൽകി. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും ബാലിൻ്റെ നിലവിളിയും അവളുടെ കരച്ചിലും കണ്ട് ദൈവം മരുഭൂമിയിൽ നീരൂറ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിൽ കപടതയില്ലാതെയും നിങ്ങൾ വിശ്വസ്തരെങ്കിൽ ആരെല്ലാം നമ്മളെ പുറന്തള്ളിയാലും ചേർത്തുകൊള്ളുവാൻ ദൈവം ഓടിയെത്തും. അത് മരുഭൂമിയിലായാലും പൊട്ടക്കിണറിലായാലും സിംഹക്കുഴിയിലായാലും എരിയുന്ന തീച്ചൂളയിലായാലും അതുപോലെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തായാലും എറിയപ്പെട്ടാലും ദൈവം ഇറങ്ങി വന്ന് രക്ഷിക്കും എന്ന് തിരുവെഴുത്തിലൂടെ അനേക സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്ക് നമ്മുടെ സകല ആവശ്യങ്ങളും അറിയിക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.